എറണാകുളം നോർത്ത് പോലീസ് മർദ്ദിച്ചു എന്ന ആരോപണവുമായി യുവതി. ഗർഭിണിയായിരുന്ന സമയത്താണ് മർദ്ദനമേറ്റത്. 2024 ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. നോർത്ത് പോലീസ് CI ആയിരുന്ന പ്രതാപചന്ദ്രൻ യുവതിയുടെ മുഖത്തടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആൻ മരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ആൻ മരിയ, ഇത് എന്താണ് സംഭവം? ഇത് 2024 നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങളാണോ ഈ പുറത്തു വരുന്നത്? യുവതി നൽകിയ പരാതിയിൽ എന്താണ് സംഭവിച്ചത് പിന്നീട്? തീർച്ചയായിട്ടും 2024 ജൂൺ 20 നടന്ന സംഭവങ്ങളുടെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ കഥ ഇങ്ങനെയാണ്. ഈ പരാതിക്കാരിയായ സ്ത്രീയും, അതായത് ഷൈമോൾ എന്നാണ് അവരുടെ പേര്, ഈ ഷൈമോളും ഭർത്താവും ഇവിടെ കൊച്ചി നോർത്ത് ഭാഗത്ത് ഒരു അപ്പാർട്ട്മെന്റ് നടത്തുന്നുണ്ട്. ഈ അപ്പാർട്ട്മെന്റിൽ ഒരു ചെറിയ അടിപിടി കേസ് നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ട് CI പ്രതാപചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള, അതായത് നോർത്ത് പോലീസ് സ്റ്റേഷനിലെ അന്നത്തെ CI ആണ് ഈ പ്രതാപചന്ദ്രൻ എന്ന് പറയുന്ന ആള്. അവർ ഈ സ്ഥലത്തേക്ക് എത്തുന്നു. ഇവിടെ എത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടക്കുന്നു. രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു. ഈ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഈ ഷൈമോളുടെ ഭർത്താവ് ഇത് ചോദ്യം ചെയ്യുകയും ഈ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നു എന്ന് കാണിച്ചുകൊണ്ട് പോലീസ് ഈ ഭർത്താവിനെ പോലീസ് സ്റ്റേഷനിൽ, അതായത് കസ്റ്റഡിയിൽ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് ഇത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഈ ഭർത്താവിനെ ഇറക്കുന്നതിന് മറ്റുമായിട്ട് എത്തിയതാണ് ഷൈമോൾ. ആ സമയത്ത് ഗർഭിണിയാണ്, കൂടെ 2 കൈക്കുഞ്ഞുങ്ങളുമുണ്ട്. ഈ പോലീസ് സ്റ്റേഷൻ എത്തിയ സമയത്ത് പോലീസുമായിട്ട് ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാക്കുന്നു. അതിനുശേഷം CI പ്രതാപചന്ദ്രനെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് തള്ളുന്നു. ഇതിനെ തുടർന്നാണ് പ്രതാപചന്ദ്രൻ ഈ ഷൈമോളുടെ മുഖത്ത് അടിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അന്ന് പോലീസ് പറഞ്ഞത് പ്രകാരമാണ് എങ്കിൽ ഷൈമോൾ പോലീസിനോട് മോശമായിട്ട് പെരുമാറിയെന്നും 2 കുട്ടികളെ വലിച്ചെറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുവെന്നും ഇതിനിടയിൽ പറ്റിയതാണ് എന്നായിരുന്നു അന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. പിന്നീട് ഷൈമോൾ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോയി ഹൈക്കോടതിയിൽ വരെ ഈ കേസെത്തി. പിന്നീട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. നോർത്ത് പോലീസ് സ്റ്റേഷൻ സമയത്ത് 2024 CI ആയിരുന്നു പ്രതാപചന്ദ്രൻ എന്ന് പറയുന്ന ആൾ. ഇപ്പോൾ അരൂർ പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം ഉള്ളത്. എന്തായാലും കൃത്യമായിട്ടുള്ള കോടതിയുടെ നിർദ്ദേശപ്രകാരം അതോടൊപ്പം തന്നെ ഈ നിയമ പോരാട്ടത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അന്നും 2 കൈക്കുഞ്ഞുങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ആ സ്ത്രീ ഒരു ഗർഭിണിയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് അവരെ ആ പോലീസുകാർ തന്നെ ഈ CIയെ പിന്നീട് അവിടെ നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്നതും എത്രത്തോളം രോക്ഷകരനായിട്ടാണ് അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നതുമെന്നൊക്കെ ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പരാതിക്കാരിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ പരാതിക്കാരി പറയുന്ന അടിസ്ഥാനത്തിലാണ് എങ്കിൽ ഇനിയും നിയമ പോരാട്ടം തുടരും. കാരണം ഈ ഒരു 2024 ജൂൺ 20 മുതൽ തങ്ങൾ അനുഭവിക്കുന്ന വേദനയും മറ്റുള്ള ആളുകളുടെ ഇടയിൽ തങ്ങൾ ആണ് ഇതിന് കുറ്റക്കാരെ എന്ന രീതിയിലാണ് പുറത്തേക്ക് വന്നിരിക്കുന്നതും. ഇതിനെ തുടർന്നാണ് ഹൈക്കോടതി വരെ ഈ കേസുമായി ബന്ധപ്പെടുന്നത്. പിന്നീടാണ് ഹൈക്കോടതി ഇതിന്റെ നിർദ്ദേശം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എത്രത്തോളമാണ് CIക്കെതിരെയുള്ള നടപടി എടുക്കുന്നത് വരെ അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടം തുടരുമെന്നാണ് അവരോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അല്പസമയങ്ങൾക്കുള്ളിൽ അവർ മാധ്യമങ്ങളെയും കാണും. കൃത്യമായിട്ടുള്ള നിലപാട് എന്താണ് എന്നും അന്ന് സംഭവിച്ചിരിക്കുന്നത് കൂടുതലായിട്ട് എന്തൊക്കെയാണ് എന്നും ഈ CCTV ദൃശ്യങ്ങളുടെ പിന്നാമ്പുറ കഥകൾ എന്താണ് എന്നും നമുക്ക് അല്പസമയങ്ങൾക്കുള്ളിൽ അവർ മാധ്യമങ്ങളെ കാണുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. GK, ഇതിനകത്ത് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. കാരണം ഒരാളെ എന്നിരുന്നാൽ പോലും ഒരാളെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിക്കുന്നത് അത് തെറ്റാണ്. ആ സമയത്താണ് ഗർഭിണിയാണ്, അദ്ദേഹം അവരുടെ സ്ത്രീയാണ്, കയ്യിൽ 2 കൈക്കുഞ്ഞുങ്ങളുണ്ട്. ഈ ഒരു അടിസ്ഥാനത്തിൽ എന്ത് കേസാണെങ്കിൽ പോലും അവരുടെ മുഖത്തടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അന്ന് ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇവർ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും അതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി എന്തായിരിക്കും CIക്ക് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എന്നാണ്, അദ്ദേഹത്തിന് മേൽ വരാൻ പോകുന്ന നടപടി എന്താണ് എന്നാണ് അറിയാനുള്ളത്. GK, വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണിയാണ്. ആൻമരിയ സണ്ണി, തുടരുക. എറണാകുളം നോർത്ത് പോലീസ് മർദ്ദിച്ചെന്ന ആരോപണവുമായാണ് ഇപ്പോൾ യുവതി രംഗത്തെത്തിയത്. ആരോപണം മാത്രമല്ല, ദൃശ്യങ്ങൾ ആ കാര്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്തൊരു ക്രൂരമർദ്ദനമാണ് അന്ന് SHO ആയിരുന്ന പ്രതാപചന്ദ്രന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഗർഭിണിയായിരുന്ന യുവതിക്കാണ് ക്രൂരമർദ്ദനം ഈ CI പ്രതാപചന്ദ്രൻ മർദ്ദനം അഴിച്ചുവിട്ടത്. വളരെ ക്രൂരമായ ക്രൂരവും അത്രത്തോളം പറയാൻ കഴിയാത്ത തരത്തിലുള്ള അത്ര ഒരു ഭീകരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2024 നടന്ന ഈ സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് CI പ്രതാപചന്ദ്രൻ ഈ യുവതിയുടെ മുഖത്ത് തല്ലുന്നു, പിടിച്ചു തള്ളുന്നു. ഒരു കൈക്കുഞ്ഞുണ്ട് എന്നുള്ള ഒരു പരിഗണന, ഗർഭിണിയാണ് എന്നുള്ള ഒരു പരിഗണന, സ്ത്രീയാണ് എന്നുള്ള പരിഗണന ഒന്നും കൊടുക്കാതെയാണ് ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇത്ര ക്രൂരമായ മർദ്ദനം ആ CI പ്രതാപചന്ദ്രൻ നടത്തിയത്. കാക്കിയിട്ട് കഴിഞ്ഞാൽ എന്ത് അക്രമവും നടത്താം, അതിനുള്ള ലൈസൻസാണ് എന്നതിന് ഒരു തെളിവ് ആ പ്രതാപചന്ദ്രൻ എന്ന് പറയുന്ന പോലീസുകാരൻ്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്നത് വ്യക്തമാക്കുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വളരെ ക്രൂരമായ മർദ്ദനമാണ് ആ യുവതിക്ക് നേരെ
നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആൻമരിയ, തുടരാം. ദിലീപ് കുമാർ, തീർച്ചയായിട്ടും എത്രത്തോളം ക്രൂരതയാണ് എന്നുള്ളത് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. അന്ന് പോലീസ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. CCTV ദൃശ്യങ്ങൾ തന്നെ പുറത്തു വരാത്തത് കൊണ്ട് തന്നെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോലീസ് പോയിട്ടുണ്ടായിരുന്നില്ല. പകരം അവിടെ പരാതിയുമായി എത്തിയ സ്ത്രീക്ക് മേലെയായിരുന്നു പിന്നീട് കുറ്റങ്ങളെല്ലാം വന്നിരുന്നത്. കാരണം അവരുടെ കൃത്യനിർവഹണത്തിന് തടസ്സം നിന്നു എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു അവർ പിന്നെ മുന്നോട്ട് പോയത്. പക്ഷേ ദിലീപ് കുമാർ, ഇപ്പോൾ വന്നിരിക്കുന്ന ആ CCTV ദൃശ്യങ്ങൾ, അതിൽ നമുക്ക് വ്യക്തമാണ് ഈ സ്ത്രീയെ പിടിച്ചു തള്ളുന്നതും അതോടൊപ്പം തന്നെ അവരുടെ കരണത്തടിക്കുന്നതും ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. അവർ ഒരു ഗർഭിണിയാണ്, കയ്യിൽ 2 കൈക്കുഞ്ഞുങ്ങളുണ്ട്. ആ സമയത്താണ് ഈ മിന്നൽ പ്രതാപചന്ദ്രൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് തന്നെ, ആ പേരിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹം എത്രത്തോളമാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ ഇതിനു മുൻപും ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. ഇതിനു മുൻപ് ചില കേസുകളും ചില പരാതികളും ഒക്കെ ഉയർന്നു വന്നിട്ടുള്ളതുമാണ്. നിലവിൽ അദ്ദേഹം അരൂരിലെ CI ആയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ നിലവിലുള്ളത്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് അരൂരിലേക്ക് അവർക്ക് മാറ്റം കിട്ടുന്നത്. അന്നത്തെ സമയത്ത് ഈ കേസ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഒരു അടിപിടി കേസുമായി ബന്ധപ്പെട്ടാണ് അവിടെ ചെല്ലുന്നത്. ആ സമയത്താണ് ഈ ഭർത്താവ്, അതായത് ഷൈമോൾ എന്നാണ് പരാതിക്കാരുടെ പേര്, ഷൈമോളുടെ ഭർത്താവ് അതിനകത്തേക്ക് ഇവര് പോലീസിന്റെ നടപടിക്രമങ്ങൾ ഉള്ളിലേക്ക് വരുന്നത്. പിന്നീട് ഇവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി ഭർത്താവിനെ പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ആളുകളൊക്കെ ആയിട്ട് ഈ ഷൈമോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അന്നിത് ഷൈമോളുടെ ഒരു കുറ്റമായിട്ടും ഷൈമോൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 5 ദിവസം ഈ പോലീസ് കസ്റ്റഡിയിലായിരുന്നു ഭർത്താവ് ഉണ്ടായിരുന്നത്. പിന്നീട് വലിയൊരു നിയമ പോരാട്ടത്തിലൂടെയായിരുന്നു ഇവർ ഈ കേസ് തെളിയിച്ചത്. തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ പരാതിക്കാരിക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പരാതിക്കാരി തന്നെയാണ് മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. കാരണം അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഈ കേസുമായിട്ട് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറായില്ലായിരുന്നു. പിന്നീടാണ് എത്രത്തോളമുണ്ട്, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എത്രത്തോളമാണ് എന്ന് ആ ഒരു കാലഘട്ടത്തിനിടയിൽ ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. കാരണം ആളുകളുടെ മുൻപിൽ ഞങ്ങൾ കുറ്റക്കാരാണ് എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വരുന്നു. അത് തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഹൈക്കോടതി വരെ ഈ കേസുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത്. ഇനി CI പ്രതാപചന്ദ്രനെതിരെ നടപടിയെടുക്കുന്നത് വരെ ഈ വിഷയമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതുമെന്നാണ് പരാതിക്കാരി പറയുന്നത്. അല്പസമയത്തിനുള്ളിൽ അവർ മാധ്യമങ്ങളെ കാണും. അവരുടെ നിലപാട് എന്താണ് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കും. എന്തായാലും ദിലീപ് കുമാർ ഞെട്ടിക്കുന്നതാണ്, ക്രൂരതയുടെയാണ്. ഇതിനു മുൻപ് നമ്മൾ പല പോലീസ് മർദ്ദന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതൊരു ഗർഭിണിക്ക് നേരെയാണ് ഈ രീതിയിൽ മർദ്ദന മുറകൾ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിലെ ഒരാള് ഒരു കേസുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യമായിട്ട് പോയി സമീപിക്കുക? പോലീസുകാരോട് എത്രത്തോളം ജനങ്ങൾക്കുണ്ടാകുന്ന ഭയം എത്രത്തോളം ഉണ്ടാകുമെന്ന് കാണിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളത് ഈ CI പ്രതാപചന്ദ്രനെതിരെ ഇനി നടപടിയെടുക്കാൻ പോകുന്നത് ഏത് രീതിയിലേക്കായിരിക്കും ഈ നടപടിയെടുക്കാൻ പോകുന്നത് എന്ന കാര്യങ്ങൾ കൂടിയാണ് നമുക്കിപ്പോൾ അറിയാനായിട്ടുള്ളത്. ദിലീപ് കുമാർ. അതെ, ആൻമരിയ സണ്ണി ലൈനിൽ തുടരുക. വളരെ ക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എറണാകുളം നോർത്ത് സ്റ്റേഷനിലാണ് അവിടെ CI ആയിരുന്ന പ്രതാപചന്ദ്രൻ ഈ നിലയിലുള്ള മർദ്ദനം ഒരു സ്ത്രീക്കു നേരെ, ഗർഭിണിയായ സ്ത്രീക്കു നേരെ, കൈക്കുഞ്ഞുമായെത്തിയ സ്ത്രീക്കു നേരെ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.